സ്വാതി, ഡോക്ടർ മൻമോഹൻ സിംഗ് നമ്മുടെ മുൻ പ്രധാനമന്ത്രി നമ്മളെ വിട്ടു പോയിരിക്കുകയാണ്. പ്രധാനമായും അദ്ദേഹത്തിന്റെ പൊതുദർശനം അടക്കമുള്ള കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് തീരുമാനിച്ചിരിക്കുന്നത്? സംസ്കാര ചടങ്ങുകൾ, മറ്റു ക്രമീകരണങ്ങൾ എങ്ങനെയാണ്? മനു ഇന്നലെ വൈകിട്ടോടെയാണ് അദ്ദേഹത്തെ എയിംസിൽ പ്രവേശിപ്പിക്കുന്നത്. ശ്വാസകോശ സംബന്ധമായ രോഗത്തെ തുടർന്ന് വസതിയിൽ വെച്ച് തന്നെ അദ്ദേഹം കുഴഞ്ഞു വീഴുകയും പിന്നീട് ഉടനെ തന്നെ എയിംസിലേക്ക് എത്തിക്കുകയുമായിരുന്നു. ശേഷം ഒരു 9:51 കൂടിയാണ് അദ്ദേഹത്തിന്റെ മരണം സംഭവിക്കുന്നത്. എല്ലാവരും ഓർമ്മിപ്പിക്കുന്ന പോലെ തന്നെ ദേശീയ രാഷ്ട്രീയത്തിന് വലിയ നഷ്ടം, ഒരു തീരാ നഷ്ടം എന്ന രീതിയിൽ തന്നെ അദ്ദേഹത്തിന്റെ വിയോഗത്തെ അടയാളപ്പെടുത്തേണ്ടി വരും. പ്രമുഖരായ നേതാക്കളൊക്കെ അങ്ങനെ തന്നെയാണ് അദ്ദേഹത്തെ ഓർത്തെടുക്കുന്നത്. ഒരു മുൻ പ്രധാനമന്ത്രി എന്നതിനപ്പുറത്തേക്ക് സാമ്പത്തിക ശാസ്ത്രത്തിൽ അല്ലെങ്കിൽ സാമ്പത്തിക വിദഗ്ധൻ എന്ന നിലയിലാണ് അദ്ദേഹത്തെ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കപ്പെട്ടിട്ടുള്ളത്. ഒരു നയതന്ത്രജ്ഞനെ അല്ലെങ്കിൽ ഒരു രാഷ്ട്രതന്ത്രജ്ഞനെ നഷ്ടപ്പെട്ട വേദനയിലാണ് ഏറ്റവും പ്രിയപ്പെട്ട നേതാക്കളൊക്കെ തന്നെയും. ഇന്നലെ മുതൽ നിരവധിയായിട്ടുള്ള കോൺഗ്രസിന്റെ ഏറ്റവും പ്രമുഖരായ നേതാക്കൾ, ദേശീയ അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ ഉള്ള ഏറ്റവും പ്രമുഖരൊക്കെ തന്നെ ഇന്നലെ അദ്ദേഹത്തെ കാണാൻ എയിംസ് ആശുപത്രിയിൽ എത്തുകയായിരുന്നു. അതിനുശേഷം അദ്ദേഹത്തിന്റെ ഭൗതിക ശരീരം രാത്രിയോടുകൂടിയാണ് മോത്തിലാൽ നെഹ്റു മാർഗിലെ 3-ാം നമ്പർ വസതിയിലേക്ക് എത്തിച്ചിട്ടുള്ളത്. എന്തായാലും സർക്കാരിന്റെ ഭാഗത്തുനിന്നും സർക്കാർ 7 ദിവസത്തെ ദുഃഖാചരണമാണ് ഇപ്പോൾ പ്രഖ്യാപിച്ചിട്ടുള്ളത്. അതോടൊപ്പം ഇന്നത്തെ എല്ലാ സർക്കാർ പരിപാടികളും മാറ്റിവെച്ചുകൊണ്ട് അദ്ദേഹത്തെ അനുസ്മരിക്കുകയാണ്. നാളെയാണ് അദ്ദേഹത്തിന്റെ സംസ്കാരം തീരുമാനിച്ചിട്ടുള്ളത്. ഇന്ന് AICC ആസ്ഥാനത്ത് പൊതുദർശനം അടക്കമുള്ള ചടങ്ങുകൾ ഉണ്ടാകും എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. നേരത്തെ സൂചിപ്പിച്ച പോലെ നിരവധിയായിട്ടുള്ള പ്രമുഖർ അദ്ദേഹത്തെ ഓർത്തെടുക്കുമ്പോൾ ഏറ്റവും പ്രധാനമായി പറയുന്നത് ഒരു പ്രധാനമന്ത്രി എന്ന നിലയിൽ ഒരു പരുക്കനായ നേതാവിനപ്പുറത്തേക്ക് വളരെ സൗമ്യനായ, ശാന്തനായ, ഒരു മിതഭാഷിയായ അദ്ദേഹത്തെയാണ് പലരും കണ്ടിട്ടുള്ളത്. അദ്ദേഹത്തോട് ഇടപഴകിയ ഓർമ്മകളൊക്കെ തന്നെയും പലരും ഓർത്തെടുക്കുകയാണ്. വലിയ സാമ്പത്തിക ശാസ്ത്രത്തിൽ അല്ലെങ്കിൽ സാമ്പത്തിക വിദഗ്ധർ എന്ന നിലയിൽ ഒരു രാജ്യത്തിന് ഒരു തരത്തിൽ ഏറ്റവും വലിയ സാമ്പത്തിക ശക്തിയായി ഉയർത്താൻ കഴിയുമെന്ന തരത്തിൽ ഒരു കൃത്യമായ ഒരു ധാരണയോടെ, ഒരു നിലപാടോടെ അദ്ദേഹം പ്രവർത്തിക്കുമ്പോൾ പോലും വലിയ വിമർശനങ്ങൾ അദ്ദേഹത്തിന്റെ നേരിടേണ്ടി വരുന്നു. തീർച്ചയായും ആ പാർട്ടിയുടെ സ്വാതിയുടെ പ്രധാനപ്പെട്ട പ്രശ്നം വലിയ കാഴ്ചപ്പാടുള്ള വ്യക്തി തന്നെയായിരുന്നു ഡോക്ടർ മൻമോഹൻ സിംഗ്. അക്കാര്യത്തിലൊന്നും ഒരു സംശയവുമില്ല. പക്ഷേ അദ്ദേഹത്തിൻ്റെ പാർട്ടിയുടെ നയം അദ്ദേഹത്തിന് നടപ്പാക്കേണ്ടി വന്നപ്പോൾ, കോൺഗ്രസിൻ്റെ ഉദാരവൽക്കരണ സാമ്പത്തിക നയം നടപ്പാക്കേണ്ടി വന്നപ്പോൾ യഥാർത്ഥത്തിൽ സംഭവിച്ചത് പാവങ്ങളെ മറന്നുപോയി എന്നതായിരുന്നു. അത് ഡോക്ടർ മൻമോഹൻ സിംഗിൻ്റെ പ്രശ്നമായിരുന്നില്ല. കാരണം ആ പാർട്ടിയുടെ നയം അങ്ങനെയായിരുന്നു. കോൺഗ്രസിൻ്റെ സാമ്പത്തിക നയം എന്ന് പറയുന്നത് 94 കാലഘട്ടങ്ങളിൽ നമുക്കറിയാം. നരസിംഹറാവുവിൻ്റെ കാലത്ത് മുതൽ നടപ്പാക്കി വന്നത് നമുക്കറിയാം. അന്ന് ധനമന്ത്രിയായിരുന്നല്ലോ നരസിംഹറാവു മന്ത്രിസഭയിൽ ഡോക്ടർ മൻമോഹൻ സിംഗ്. ഉദാരവൽക്കരണ നയങ്ങൾ, ഇന്ത്യയുടെ സാമ്പത്തിക മേഖല ലോകത്തിന് മുന്നിൽ തുറന്നു കൊടുക്കുന്നു. അങ്ങനെ തുറന്നു കൊടുക്കുമ്പോൾ പക്ഷേ ഇന്ത്യയുടെ പൊതുമേഖലാ സംവിധാനങ്ങളെയും ഇന്ത്യയുടെ കർഷകരെയും ഈ നാട്ടിലെ ഏറ്റവും പാവപ്പെട്ട മനുഷ്യരെയും മറന്നുപോയി എന്നതായിരുന്നു അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നമായി നമ്മുടെ മുന്നിലേക്ക് നിന്നത്. ഒരു ടെക്നോക്രാറ്റിക് മനസ്സായിരുന്നു. കാരണം ഈ പറയുന്ന ഉദാരവൽക്കരണത്തിലൂടെ രാജ്യത്തിൻ്റെ സാമ്പത്തിക ഘടന മെച്ചപ്പെടും, അതുവഴി ഒരുപക്ഷെ ദാരിദ്ര്യമൊക്കെ തുടച്ചു മാറ്റാൻ കഴിയും എന്ന ടെക്നോക്രാറ്റിക് മനസ്സോടെ ചിന്തിച്ചതാകാം അങ്ങനെയൊരു നയം നടപ്പിലാക്കുന്നതിന് അദ്ദേഹത്തെ പ്രേരിപ്പിച്ചത്. അതിനപ്പുറം നെഹ്റു കുടുംബത്തോടുള്ള വലിയ ദൗർബല്യം, നെഹ്റു കുടുംബം പറയുന്നതിനപ്പുറത്തേക്ക് ചിന്തിക്കാൻ കഴിയാതെ പോയൊരു ദൗർബല്യം മൻമോഹൻ സിംഗിന് സംഭവിച്ചതും അതുതന്നെയായിരുന്നു. തീർച്ചയായും മനു സൂചിപ്പിച്ച പോലെ തന്നെ ഒരു ടെക്നോക്രാറ്റ് എന്ന നിലയിൽ തന്നെയാണ് അദ്ദേഹം എല്ലാ കാര്യവും കൈകാര്യം ചെയ്തിരുന്നത്. മാത്രമല്ല ഈ കോൺഗ്രസിന്റെ നയങ്ങൾ എന്ന് പറയുന്നതിനെ വലിയ വിമർശനം, നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഈ മൻമോഹൻ സിംഗ് കൊണ്ടുവന്ന പല കാര്യങ്ങളും സാമ്പത്തികപരമായി അല്ലെങ്കിൽ ആ പരിഷ്കരണങ്ങളൊക്കെ തന്നെയും വലിയ വിമർശനങ്ങൾക്ക് വഴിവെക്കുമ്പോൾ അതിൽ ഒരു ഭാഗം എന്ന് പറയുന്നത് കോൺഗ്രസിന്റെ അല്ലെങ്കിൽ കോൺഗ്രസ് എന്ന് പറയുന്ന സോണിയാഗാന്ധി ഉൾപ്പെടെയുള്ള നേതാക്കൾ ഉൾപ്പെടുന്ന കോൺഗ്രസിന്റെ കുടുംബത്തിന്റെ ഒരു ആധിപത്യം അന്നേ തന്നെ ഉണ്ടായിരുന്നു. അത്തരത്തിലൊക്കെ തന്നെയും അദ്ദേഹത്തിന്റെ പൂർണ്ണമായ ഒരു കഴിവിനെയോ മികവിനെയോ കൊണ്ടുവരാൻ വേണ്ടി കഴിയാതെ പോയി എന്നുള്ളതും ഏറ്റവും ദൗർഭാഗ്യകരമായി തന്നെ ചൂണ്ടിക്കാണിക്കണം. സാമ്പത്തിക ശാസ്ത്രം ഇഷ്ട മേഖലയാക്കിക്കൊണ്ട് തന്നെ അദ്ദേഹം കടന്നു വരുമ്പോൾ PV നരസിംഹറാവുവിന്റെ നിർബന്ധത്തിന് വഴങ്ങിയാണ് അദ്ദേഹം രാഷ്ട്രീയ വഴിയിലേക്ക് തന്നെ എത്തുന്നത്. അതിനുശേഷം 2004 അദ്ദേഹം പ്രധാനമന്ത്രി കസേരയിലേക്ക് എത്തുമ്പോൾ ഇടതുപക്ഷത്തിന്റെ പിന്തുണയോടുകൂടി പ്രധാനമന്ത്രി കസേരയിൽ എത്തുകയും അങ്ങനെയാണ് UPA സർക്കാർ നിലവിൽ വരുന്നു. എന്നാൽ ഈ അമേരിക്കയുമായുള്ള ആണവ കരാറിന്റെ പേരിൽ ഇടതുപക്ഷം പിന്തുണ പിൻവലിച്ചതോടെയാണ് 2008 ജൂലൈയിൽ മൻമോഹൻ സർക്കാർ ലോക്സഭയിൽ എഴുതുകയും സമാജ്വാദി പാർട്ടിയുടെ പിന്തുണയോടുകൂടി പിന്നീടും സർക്കാർ വിശ്വാസ വോട്ടിനെ അതിജീവിക്കുകയായിരുന്നു എന്ന് തന്നെ പറയണം. പിന്നീട് 2009 പൊതുതെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള UPA വീണ്ടും
അധികാരത്തിലെത്തുമ്പോൾ മൻമോഹൻ സിംഗ് തന്നെ പ്രധാനമന്ത്രിയായി തുടരുകയായിരുന്നു. ഇതോടെ ജവഹർലാൽ നെഹ്റുവിന്റെ ശേഷം 5 വർഷം അധികാരം പൂർത്തിയാക്കിയ ഒരു പ്രധാനമന്ത്രി പദത്തിലേക്ക് വീണ്ടും അദ്ദേഹം ശ്രദ്ധേയനാവുന്നു. 2010 ടൈം മാസിക ലോകത്തിൽ ഏറ്റവും കൂടുതൽ സ്വാധീനമുള്ള 100 ആളുകളിൽ ഒരാളായി അദ്ദേഹത്തെ തെരഞ്ഞെടുക്കപ്പെടുന്നു. അത്തരത്തിൽ ഒരുപാട് പ്രത്യേകതകൾ നിറഞ്ഞ ഒരു വ്യക്തിത്വം ആണ് എന്നുള്ളത് നമുക്ക് ഏറ്റവും അങ്ങനെ തന്നെ വിലയിരുത്തപ്പെടേണ്ടി വരും. മറ്റ് വിവിധ സ്ഥാനങ്ങൾ ഇപ്പോൾ റിസർവ് ബാങ്ക് ഗവർണറായി മാറുന്നു, കേന്ദ്രമന്ത്രിയായി മാറുന്നു. അത്തരത്തിലൊക്കെ ഒരുപാട് പ്രത്യേകതകൾ കൂടി അദ്ദേഹത്തിനുണ്ട്. ഇന്ത്യ വിഭജന സമയത്തിന് മുമ്പുണ്ടായിരുന്ന ഇപ്പോഴത്തെ പാകിസ്ഥാനിലെ പഞ്ചാബ് പ്രവിശ്യയിലാണ് അദ്ദേഹത്തിന്റെ ജനനം ഉണ്ടാവുന്നത്. പഞ്ചാബ് സർവകലാശാലയിലും കേംബ്രിഡ്ജ് സർവകലാശാല, ഓക്സ്ഫോർഡ് സർവകലാശാല എന്നിവിടങ്ങളിൽ നിന്നൊക്കെ ബിരുദാനന്തര ബിരുദം നേടിക്കൊണ്ടാണ് ഈ റിസർവ് ബാങ്ക് ഗവർണർ എന്ന നിലയിൽ വരെ അദ്ദേഹം എത്തുന്നത്. വലിയ പരിജ്ഞാനമുള്ള, സാമ്പത്തിക ശാസ്ത്രത്തിൽ വലിയ പരിജ്ഞാനമുള്ള ആളായിരുന്നു എന്നുള്ളതും ഏറ്റവും ശ്രദ്ധേയമായി തന്നെ അദ്ദേഹത്തെ കുറിച്ച് ഓർക്കുമ്പോൾ എല്ലാവരും ഓർമ്മിച്ചെടുക്കുന്നു. അദ്ദേഹത്തിന്റെ വിയോഗത്തിൽ ഒരു രാഷ്ട്രീയ നേതാവിനെ നഷ്ടമായതിനപ്പുറത്തേക്ക് ഒരു വഴികാട്ടിയെ, അല്ലെങ്കിൽ അതിലൊക്കെ തന്നെയും വലിയ പ്രാവീണ്യമുള്ള ഒരു വഴികാട്ടിയെ നഷ്ടപ്പെട്ട ഓർമ്മ തന്നെയാണ് എല്ലാ നേതാക്കളും ഓർത്തെടുക്കുന്നത്. കോൺഗ്രസിലും ദേശീയ രാഷ്ട്രീയത്തിലും വലിയ നഷ്ടമായി തന്നെയാണ് അദ്ദേഹത്തെ അടയാളപ്പെടുത്താൻ വേണ്ടി കഴിയുന്നത്. എന്തായാലും നേതാക്കളെല്ലാം തന്നെയും അദ്ദേഹത്തെ കാണാൻ വേണ്ടി അദ്ദേഹത്തിന്റെ വസതിയിലേക്ക് എത്തുകയാണ്. നമ്മളും ഇപ്പോൾ അവിടെ തന്നെയാണ് ഉള്ളത്. അദ്ദേഹത്തിന്റെ ഭൗതിക ശരീരം ഉള്ള മോത്തിലാൽ നെഹ്റു മാർഗിലെ 3-ാം നമ്പർ വസതിക്ക് മുന്നിലാണ് നമ്മളും ഇപ്പോൾ ഉള്ളത്. AICC ആസ്ഥാനത്ത് ഇന്നെന്തായാലും പൊതുദർശന ചടങ്ങുകളൊക്കെ തന്നെയും നടക്കും. പൂർണ്ണ ഔദ്യോഗിക ബഹുമതികളോടെ തന്നെ അദ്ദേഹത്തിന്റെ സംസ്കാര ചടങ്ങുകൾ നാളെയായിരിക്കും നടക്കുക എന്നാണ് മനസ്സിലാക്കുന്നത്. സോണിയാഗാന്ധി ഉൾപ്പെടെയുള്ള നേതാക്കൾ വസതിയിലേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട്. നേരത്തെ മണി സൂചിപ്പിച്ച പോലെ തന്നെ എപ്പോഴും അദ്ദേഹത്തെ മറ്റുള്ളവരിൽ നിന്നും വേറിട്ട് നിൽക്കുന്ന, അല്ലെങ്കിൽ ഈ രാഷ്ട്രീയ ഒരു കപടവും ഇല്ലാതെ വളരെ സൗമ്യനായി, വളരെ നിഷ്കളങ്കതയോടെ വിമർശനങ്ങളെയൊക്കെ തന്നെയും ഏറ്റുവാങ്ങുമ്പോൾ വലിയ ജനാധിപത്യ മര്യാദയോടുകൂടി മറ്റ് പ്രതിപക്ഷ പാർട്ടികളോടും പ്രതിപക്ഷ നേതാക്കളോടും ഒക്കെ തന്നെയും പെരുമാറുന്ന വളരെ സൗമ്യനായ ഒരു വ്യക്തി പ്രഭാവം അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഓരോ നേതാക്കളും ഓർത്തെടുക്കുന്നത്. ഇന്നലെ രാഹുൽ ഗാന്ധി അദ്ദേഹത്തിന്റെ അനുശോചന കുറിപ്പിൽ രേഖപ്പെടുത്തിയത് തനിക്ക് എപ്പോഴും ഒരു പാഠമായി മാറിയിരുന്ന ഒരു രാഷ്ട്രീയ നേതാവ്, എല്ലാ കാര്യങ്ങളിലും ഒരു വഴികാട്ടിയായി മാറിയ ഒരു രാഷ്ട്രീയ നേതാവിനെയാണ് നഷ്ടമാകുന്നത്. ആ നഷ്ടം എന്ന് പറയുന്നത് ഒരിക്കലും നികത്താൻ കഴിയില്ല എന്ന് രാഹുൽ ഗാന്ധി ഇന്നലെ അനുശോചന കുറിപ്പിൽ രേഖപ്പെടുത്തിയിരുന്നു. അതോടൊപ്പം ഇന്നലെ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ അനുശോചനം വായിക്കുമ്പോൾ അദ്ദേഹം സൂചിപ്പിക്കുന്നത് ഭരണഘടനാ മൂല്യങ്ങളെ എപ്പോഴും ഊട്ടിയുറപ്പിക്കുന്ന തരത്തിലേക്ക് ഇന്നത്തെ രാഷ്ട്രീയ സാഹചര്യം വെച്ച് നോക്കുമ്പോൾ ഭരണഘടനയൊക്കെയും തച്ചുടച്ച് പോകുന്ന സർക്കാരും നേതൃത്വവും വളരെ പ്രധാനപ്പെട്ടതാണ്. കാരണം ഭരണഘടനാ മൂല്യങ്ങൾക്ക് ഏറെ വില കൽപ്പിച്ചിരുന്ന ഒരു നേതാവായിരുന്നു, മതേതര മൂല്യങ്ങൾക്ക് വില കൽപ്പിച്ചിരുന്ന നേതാവായിരുന്നു, മറ്റുള്ളവരെ കേൾക്കാൻ തയ്യാറായിരുന്ന ഒരു നേതാവായിരുന്നു, ഒപ്പം തന്നെ വളരെ സഹിഷ്ണുതയോടെ ഇടപെട്ടിരുന്ന നേതാവായിരുന്നു. അക്കാര്യത്തിലൊക്കെ മൻമോഹൻ സിംഗ് നമുക്ക് എല്ലാവർക്കും ഒരു വലിയ മാതൃക തന്നെയായിരുന്നു. പക്ഷേ ഈ പറയുന്ന സാമ്പത്തിക നയങ്ങൾ തീർത്ത പ്രശ്നങ്ങൾ, പ്രതിസന്ധികൾ നമ്മുടെ മുന്നിൽ ഇപ്പോഴും ബാക്കി നിൽക്കുന്നുണ്ട് എന്നത് ഒരു വസ്തുത തന്നെയായിരുന്നു. അതൊക്കെ നിൽക്കുമ്പോൾ പോലും മൻമോഹൻ സിംഗ് ഇന്ത്യയുടെ എണ്ണം പറഞ്ഞ പ്രധാനമന്ത്രിമാരിൽ ഒരാളായി അടയാളപ്പെടുത്തുന്നത് അത് 1-ാം UPA സർക്കാരിൻ്റെ കാലത്തെ മികവ് കൊണ്ട് തന്നെയാണ്. കാരണം സമീപകാല ഇന്ത്യയുടെ ചരിത്രത്തിലെ ഏറ്റവും കൂടുതൽ ജനോപകാരപ്രദമായ പദ്ധതികൾ നടപ്പിലാക്കിയ ഒരു സർക്കാർ, അത് ഇടതുപക്ഷം പിന്തുണ നൽകിയ 1-ാം UPA സർക്കാരിൻ്റെ കാലഘട്ടമായിരുന്നു എന്ന് നിസ്സംശയം നമുക്ക് പറയാൻ കഴിയും. പലപ്പോഴും മൻമോഹൻ സിംഗുമായി ബന്ധപ്പെട്ട ആളുകൾ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഇടതുപക്ഷം ആ സർക്കാരിൽ ഒരു ഇറിറ്റേറ്റിംഗ് ഫാക്ടറായിരുന്നു അവർക്ക്. കാരണം അവരുടെ നയങ്ങൾക്ക് വിഘാതമായിട്ട്, കോൺഗ്രസിൻ്റെ നയങ്ങൾക്ക് വിരുദ്ധമായിട്ട് പല കാര്യങ്ങൾക്കും ചെയ്യേണ്ടി വന്നു, അല്ലെങ്കിൽ പല കാര്യങ്ങളും അവർക്ക് നടപ്പിൽ വരുത്തേണ്ടി വന്നു ഇടതുപക്ഷത്തിൻ്റെ നിർബന്ധം മൂലം. ഇപ്പോൾ ഈ തൊഴിലുറപ്പ് പോലുള്ള പദ്ധതികളൊക്കെ ഇടതുപക്ഷത്തിൻ്റെ വലിയ ഇടപെടലുകളുടെ ഫലമായി വന്നതാണ്. അപ്പോൾ അതൊക്കെ നടപ്പിലാക്കേണ്ടി വന്നത് ഇടതുപക്ഷത്തിൻ്റെ ശക്തമായ നിർബന്ധവും സാന്നിധ്യവും പാർലമെൻറ്റിൽ ഉണ്ടായിരുന്നത് കൊണ്ട് തന്നെയാണ്. അതുകൊണ്ട് സംഭവിച്ചത് എന്തെന്ന് വെച്ചാൽ വീണ്ടും ഒരു സർക്കാർ രൂപവൽക്കരിക്കാൻ UPAയ്ക്കായി എന്നതാണ്.